സ്വന്തം പൗരന്മാർക്ക് നേരെ, സ്വന്തം ആരാധനാലയങ്ങൾക്ക് നേരെ ബോംബെറിയുന്ന ഒരു ഭരണകൂടം. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നാം. എന്നാൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ബലൂചിസ്ഥാനിൽ 40ഓളം ആരാധനാലയങ്ങളാണ് പാകിസ്ഥാൻ സൈന്യം ബോംബിട്ട് തകർത്തത്. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പോരാളിയായിട്ടുള്ള മിർ യാർ ബലൂച്ചാണ് ലോകത്തെ ഞെട്ടിച്ച ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വെറും ആക്രമണമല്ല, പള്ളികൾക്ക് നേരെ നേരിട്ടുള്ള ബോംബാക്രമണം നടത്തുക, നടത്തിപ്പുകാരെ തട്ടിക്കൊണ്ടുപോവുക, പള്ളി നടത്തിപ്പുകാരെ തട്ടിക്കൊണ്ടുപോവുക, വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കുക തുടങ്ങി കേട്ടാലറയ്ക്കുന്ന ക്രൂരതകളാണ് പാക് സൈന്യവും പോലീസും ചേർന്ന് അവിടെ നടപ്പാക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഒരു ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് മിർ യാർ ബലൂച്ച് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും സിഖുകാർക്കുമെതിരെ നടക്കുന്ന സമാനതകളില്ലാത്ത പീഡനങ്ങളുടെ തുടർച്ചയാണത്. സ്വന്തം മണ്ണിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലാത്ത, അവർക്ക് സുരക്ഷിതത്വം നൽകാത്ത പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വിരോധാഭാസമാണെന്ന് ബലൂച്ച് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ജമ്മു കാശ്മീരിലെ പള്ളികളുടെ കണക്കെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന പാക് ഭരണകൂടം സ്വന്തം രാജ്യത്ത് ജിഹാദികളെ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുകയാണെന്ന സത്യമാണ് ഇവിടെ മറനീക്കി പുറത്തു വരുന്നത്. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ സമാധാനത്തിൻ്റെ മുഖംമൂടി അണിയാൻ ശ്രമിക്കുമ്പോഴും, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാകാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം ജനതയുടെ ചോരയിൽ കൈ നനയ്ക്കുകയാണ് പാകിസ്ഥാൻ. ബലൂചിസ്ഥാനിലെ ഈ നിലവിളികൾ അന്താരാഷ്ട്ര സമൂഹം ഇനിയെങ്കിലും കേൾക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.